നമസ്കാരം. ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ചാമ്പ്യന്മാരായിരുന്നു. ടീമിന്റെ 7ാമത്തെ ICC കിരീടമായിരുന്നു ഇത്. രോഹിത് ശർമ്മയും സംഘവും തോൽവി അറിയാതെ ചാമ്പ്യന്മാരായി തുടരുകയായിരുന്നു. 3 കിരീടങ്ങളുമായി ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടീമുമായി ഇന്ത്യ മാറി. ഈ ടൂർണമെന്റിൽ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് മികച്ചതായിരുന്നു. 5 മത്സരങ്ങൾ കളിച്ച വിരാട് കോഹ്ലി ആകട്ടെ ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 218 റൺസാണ് നേടിയത്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് മുമ്പ് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ താരങ്ങൾ ഏകദിനത്തിൽ നിന്ന് വിരമിക്കുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഫൈനലിന് ശേഷം വിരാട് തന്റെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളാണ് നൽകിയത്. നിലവിലുള്ള കളിക്കാർ മുന്നോട്ട് വന്ന് രാജ്യത്തിനു വേണ്ടി മത്സരങ്ങൾ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമാകും താൻ ക്രിക്കറ്റിൽ നിന്നും വിട പറയുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. ഫൈനൽ വിജയിച്ചതിനു ശേഷം വിരാട് കോഹ്ലി നടത്തിയ പ്രസ്താവനയാണ് ഇത്. ഫൈനലിന് ശേഷം സൈമൺ ഡൗളുമായി സംസാരിക്കുന്നതിനിടെ വിരാട് കോഹ്ലിയാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ടീം വിടുമ്പോൾ ടീമിനെ മികച്ച സ്ഥാനത്ത് വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത 8 വർഷത്തേക്ക് ലോകത്തെ നേരിടാൻ തയ്യാറായ ഒരു ടീം നമുക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. ശുഭ്മാൻ ഗിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ശ്രേയസ് മികച്ച ഇന്നിംഗ്സുകൾ കളിക്കുന്നു. KL രാഹുൽ മത്സരങ്ങൾ പൂർത്തിയാക്കുന്നു. ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗിലും മികച്ച പ്രകടനം ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. ടീമിന്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ വിരാട് കോഹ്ലി ഓസ്ട്രേലിയയിൽ നടന്ന ദുഷ്കരമായ പ്രകടനത്തെയും കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഓസ്ട്രേലിയയിലെ കഠിനമായ പര്യടനത്തിന് ശേഷം തിരിച്ചു വരാനും ചാമ്പ്യൻസ് ട്രോഫി പോലുള്ള ഒരു വലിയ ടൂർണമെന്റ് ജയിക്കാനും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് നടന്നു. ഞങ്ങൾക്ക് ധാരാളം കഴിവുള്ള താരങ്ങളുണ്ട്. അവർ എപ്പോഴും അവരുടെ കളി മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ സീനിയർ താരങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ അവരുമായി പങ്കുവെക്കുന്നതിൽ സന്തോഷിക്കുന്നു. അതാണ് ഈ ഇന്ത്യൻ ടീമിന്റെ ഇത്ര ശക്തമാക്കുന്നത്. വിരാട് കോഹ്ലിയുടെ വാക്കുകളായിരുന്നു ഇത്.